നോർത്ത് ഇന്ത്യൻ ഡിഷായ മേത്തി പനീർ. ഉലുവ ചീരയും പനീറും കൊണ്ട് നമുക്ക് ചപ്പാത്തിക്ക് കൂടെ കഴിക്കാവുന്ന കറി തയ്യാറാക്കി എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഉലുവ ചീര ഇതുപോലെ കട്ടിയുള്ള തണ്ടുകൾ മാറ്റി ഇലകൾ നന്നായിട്ട് കഴുകി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി അതിലേക്ക് ഒരു വഴണയില, ഏലക്ക, പട്ട, തക്കോലവും ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഷാജീരയാണ് ഇട്ടിരിക്കുന്നത്. അതില്ലെങ്കിൽ സാധാരണ നല്ല ജീരകം ഇട്ട് ജീരകം നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 സവാള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നിറം മാറി ചെറിയ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. സവാള ഒരു സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചിട്ട് ആ എണ്ണയിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് സൈഡിലായിട്ട് ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം സവാളയുടെ കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതുപോലെ സൈഡിൽ ഒന്ന് മൂത്ത് കിട്ടും. എന്നിട്ട് സവാളയുടെ കൂടെ നന്നായിട്ട് വഴറ്റി എണ്ണ തെളിയുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിക്കിട്ടും. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കുക, അല്ല സാധാരണ മുളക് പൊടി മതിയെങ്കിൽ അത് ചേർക്കുക. പൊടികൾ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ അതിലേക്ക് ശകലം വെള്ളവും കൂടെ ചേർത്ത് എണ്ണ തെളിയിപ്പിച്ചെടുക്കുക. അപ്പോൾ പൊടികളൊട്ടും കരിഞ്ഞു പോകാതെ തന്നെ നമുക്ക് നന്നായിട്ട് മൂത്ത് കിട്ടുകയും ചെയ്യും. എണ്ണയൊന്ന് തെളിഞ്ഞു വരുമ്പം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 തക്കാളി ചേർക്കാം. തക്കാളി നന്നായിട്ട് മയപ്പെട്ട് കറിയുടെ കൂടെ യോജിച്ച് കിട്ടുന്നത് വരെ അടപ്പ് വെച്ച് അടച്ച് വേവിച്ചെടുക്കുക. അപ്പം നന്നായിട്ട് ഉടഞ്ഞു കെട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉലുവ ചീരയുടെ ഇല 2 കപ്പ് ഏകദേശം ചേർത്തിട്ടുണ്ട്. കൂടെ ഒരു 1/2 കപ്പ് അരിഞ്ഞ മല്ലിയിലയും ചേർത്തിട്ടുണ്ട്. ഇലകൾ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇലകൾ പെട്ടെന്ന് തന്നെ ഒന്ന് വാടിക്കിട്ടും. ഇതുപോലെ ഒന്ന് വാടിക്കിട്ടുമ്പം അതിലേക്ക് ഇപ്പം അണ്ടിപ്പരിപ്പും സൺഫ്ലവർ സീഡിൻ്റെയും പേസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. ഏതാണോ ഇഷ്ടം ആ പേസ്റ്റ് ചേർക്കുക. ഇപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രം മതിയെങ്കിൽ അത് മാത്രം കുതിർക്കുക. അല്ല ബദാമാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതും കുതിർത്ത് ഇതുപോലെ അരച്ചെടുക്കാം. എന്നാൽ ബദാമിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണം അരയ്ക്കാനായിട്ട്. നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് ശകലം വെള്ളം കൂടെ ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അരച്ചു വിട്ടിരിക്കുന്ന അണ്ടിപ്പരിപ്പിൻ്റെയൊക്കെ പേസ്റ്റും നന്നായിട്ട് വെന്ത് കിട്ടും. നന്നായിട്ട് ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 200 ഗ്രാം പനീറിൻ്റെ കഷ്ണങ്ങളും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. 1/2 ടീസ്പൂൺ വറുത്ത ജീരകപ്പൊടിയും 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഗ്രേവിക്ക് എത്രയാണോ അയവ് വേണ്ടത് അതിനുള്ള പാല് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. കൂടുതൽ അയവിലാണ് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പാൽ ഒഴിക്കുക. ഇതിലേക്ക് സ്വാദിനാവശ്യമുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കുക. ആ സ്വാദ് ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനാണ്. ഇപ്പോൾ ഉലുവ ചീരയുടെ ഫ്രഷായിട്ടുള്ള ഇല ചേർത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ കസൂരി മേത്തി, ഉണങ്ങിയ ഉലുവ ചീരയുടെ ഇലയാണ് കസൂരി മേത്തി, അത് ചേർത്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എണ്ണ തെളിയുന്നത് വരെ തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് മാറ്റി വയ്ക്കുകയാണെങ്കിൽ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് സെറ്റായി കിട്ടും. ഈ കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, അല്ല നാൻ, ഫ്രൈഡ് റൈസ്, ജീര റൈസ് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് വിളമ്പാവുന്നതാണ്. ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും.